എൻ്റെ പേര് മണികണ്ഠൻ. ഞാൻ ഫയർഫ്ലൈസ് എന്ന NGOയിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. എനിക്ക് ഇന്നൊരു ബെസ്റ്റ് മൂവ്മെന്റ് ഉണ്ട്. കാണുന്നതെന്ന് വെച്ചാൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ഒരു അസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ബേസിക്കലി ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ അതിലൊരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പത്മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മ സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ വർക്ക്സ് എല്ലാം ചെയ്തിട്ട് ബാക്കി കുട്ടികളെല്ലാം പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ കൂടിയിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് അവർക്ക് ഏൽപ്പിക്കേണ്ട ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിജിറ്റൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുക്കുന്ന നേരം അമ്മ മരിച്ചുപോയി. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ട്രിവാൻഡ്രം വെച്ചിട്ട് സ്പ്രെഡ് ദ സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് സ്റ്റേ ഉണ്ടായത് ആ ഒരു അമ്മയുടെ വീട്ടിലായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് അത്. ആ വീട്ടിലൊക്കെ പോയപ്പോഴാണ് ആ അമ്മയുടെ ഫോട്ടോ കാണുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്തെന്ന് വെച്ചാല് ഞാൻ വരച്ച പടം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു അമ്മയുടെ വീട്ടിലാണ് എനിക്ക് ഒരു ദിവസത്തെ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷെ അത് ഞാൻ ഫ്രെയിം ചെയ്തിട്ട് അവരെ മകൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല. അതൊരു സാഡ് മൊമെന്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് കാസർഗോഡിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നും അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവരെ മകളെ ഞാൻ കാണാൻ പറ്റി. ഞാൻ ആ വർക്ക് ഞാൻ അവർക്ക് കാണിക്കുകയും ചെയ്തു. അവർക്കും ഒരുപാട് സന്തോഷമായി. എനിക്കും ബെസ്റ്റ് മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ അന്ന് നമുക്ക് സ്റ്റേ ഒതുക്കി തന്ന പ്രശാന്ത് ഏട്ടനായിരുന്നു. അപ്പൊ അവരെയും കാണാൻ പറ്റി. കുറെ നാളുകൾക്ക് ശേഷമാണ് അവരെയും കാണാൻ പറ്റി. അത് വല്ലാത്തൊരു മൂവ്മെന്റ് ആയിരുന്നു. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് വർക്ക് കൊടുത്തു, കാണിച്ചു. അവർക്കും ഹാപ്പിയായി, എനിക്കും ഹാപ്പിയായി. താങ്ക് യു സോ മച്ച്.